ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി സ്റ്റഡി. ഇന്ന് നമുക്ക് ദ ലോസ്റ്റ് ചൈൽഡിൻ്റെ നെക്സ്റ്റ് ടോപ്പിക്കായി ക്രൈസ് അൺഹേർഡ് നോക്കാം. മുന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ കണ്ടതാണ് ഒരു കുട്ടി ഫെയർ ഗ്രൗണ്ടിലൂടെ അച്ഛൻ്റെയും അമ്മയുടെ കൂടെ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നീങ്ങുമെന്നു. ഓരോ സാധനങ്ങൾ കാണുമ്പോഴും സ്വീറ്റ്സ് ആയാലും ബലൂണായാലും കാണുമ്പോഴും കുട്ടി അത് വേണം, അത് വേണേനോ, എനിക്കത് വേണേനോ എന്ന് അച്ഛനോടും അമ്മയോട് പറയുന്നുണ്ടെങ്കിലും അച്ഛനും അമ്മയും അവനെയും കൂട്ടി മുന്നോട്ടേക്ക് നടക്കുകയാണ്. Suddenly he heard a creaking sound nearby. Children were roaring with laughter. He ran to that place. Men, women, and children were riding on a giant wheel in a whirling motion. I want to go on the giant wheel, please, father, mother, the child pleaded earnestly. There was no reply. He turned to look at his parents. They were not there. He looked at both sides. He could not find them. He looked around. There was no sign of them. എന്താണ് സംഭവിച്ചത്? കുട്ടിയും അച്ഛൻ്റെയും അമ്മയുടെ കൂടെ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് നീങ്ങി അത് വേണം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് നീങ്ങി പോകുമ്പോഴേക്കും പെട്ടെന്ന് കുട്ടികളുടെ ചിരിയും ബഹളവും കേട്ടു. അതെവിടെ നിന്നാണ്? ജയൻറ്റ് വീൽ. മക്കളൊക്കെ ജയൻറ്റ് വീൽ കയറിയിട്ടുണ്ടാവും അല്ലേ? അത് ഹൈറ്റിൽ നിന്ന് താഴോട്ടേക്ക് പോകുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് പേടിയും സന്തോഷവും ചിരിയും ഒക്കെ ഉണ്ടാവില്ലേ? അതുപോലെ കുട്ടി ആ ഒരു ഇത് നോക്കി നിൽക്കുകയായിരുന്നു. ഹി റാൻ ടു ദാറ്റ് പ്ലേസ്. മെൻ, വുമൻ, ചിൽഡ്രൻ വി റൈഡിങ് ഓൺ എ ജൈൻ വീൽ. അതിൽ വലിയ ആളുണ്ട്, അമ്മമാരുമുണ്ട്, പിന്നെ കുഞ്ഞുങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. അതിങ്ങനെ വേൾഡിങ് മോഷൻ, വേൾഡിങ് മീൻസ് അറൗണ്ട് മോഷനിൽ ഇങ്ങനെ പോകുന്നു. ഐ വോണ്ട് ടു ഗോ ഓൺ ദ ജൈൻ വീൽ. എനിക്കും ആ ജൈൻ വീലിൽ കയറണമായിരുന്നു. അമ്മ പ്ലീസ്, ഫാദർ പ്ലീസ് എന്ന് പറഞ്ഞ കുട്ടി ബെഗ് ചെയ്യും അച്ഛനോടും അമ്മയോടും. പക്ഷേ റിപ്ലൈ ഒന്നും കിട്ടാത്തത് കൊണ്ട് അവൻ തിരിഞ്ഞു നോക്കി. ഹി ടേൺ ടു ലുക്ക് അറ്റ് ഹിസ് പാരൻസ്. ദേ വെർ നോട്ട് ദെയർ. അവരവിടെ ഉണ്ടായിരുന്നില്ല. ഹി ലുക്ക്ഡ് അറ്റ് ബോത്ത് സൈഡ്സ്. ഹി കുഡ് നോട്ട് ഫൈൻഡ് ദെം ദെയർ. ഹി ലുക്ക്ഡ് അറൗണ്ട്. ദെർ വാസ് നോ സൈൻ ഓഫ് ദെം. ചുറ്റും നോക്കി. പെട്ടെന്ന് അച്ഛനും അമ്മയും എവിടെയോ മിസ്സായി അവന്. ആൾക്കൂട്ടത്തിൽ ഇവന് മുന്നോട്ട് നോക്കി നടന്ന് പെട്ടെന്ന് അങ്ങനെ സംഭവിക്കാറുണ്ടല്ലേ? കുഞ്ഞുങ്ങൾ അച്ഛനും അമ്മയുടെ കൂടെയും എല്ലാം പോകുമ്പോൾ ക്രൗഡിൽ അങ്ങനെ പെട്ടുപോകാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ മക്കളെ? നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പെട്ടെന്ന് ആരോടെങ്കിലും അച്ഛൻ്റെയോ അമ്മേനെയോ ഫോൺ നമ്പറോ അതൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ട് അവരെ വിളിക്കാൻ പറയണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഈ കുഞ്ഞു കുട്ടിയായതുകൊണ്ട് ആകെ ടെൻഷനായി. അമ്മ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി കരയാണ് പിന്നീട് ഉണ്ടായത്. അപ്പോൾ ആകെ ബ്ലാങ്ക് ആയിരിക്കും അല്ലേ ആ കുഞ്ഞിൻ്റെ അവസ്ഥ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ചിലപ്പോൾ എക്സാമിന് വരും ആ തോട്ട്സ് ഓഫ് ദറ്റ് ബോയ്. പെട്ടെന്നുണ്ടായ ആ തോട്ട് എന്തായിരിക്കും? നിങ്ങളാണ് അങ്ങനെ ഒരു അവസ്ഥയിൽ അകപ്പെട്ടാൽ എന്തായിരിക്കും നിങ്ങളുടെ ചിന്ത എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എക്സാമിന്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. എസോപ്പ്. Father, mother, he called aloud. He began to cry in real fear. Tears rolled down from his eyes. He ran hither and thither in all directions. He don't know where to go. Mother, father, he cried. He ran through the crowd calling out, father, mother. അപ്പോൾ എന്താ ഉണ്ടായത്? ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും എവിടെയോ മിസ്സായില്ലേ? ആ കുഞ്ഞ് ഇത് നോക്കി നിന്ന് അവിടെ നിന്ന് പോയി. അപ്പോഴേക്കും അച്ഛനും അമ്മയും മുന്നോട്ട് നടന്ന് പോയിട്ടുണ്ടാവണം. അപ്പോൾ ആകെ പേടിച്ചു അല്ലേ? ഒറ്റക്കായി പോയില്ലേ ഇത്രയും ക്രൗഡിനുള്ളിൽ? ഫാദർ, മദർ, അച്ഛൻ, അമ്മ വിളിച്ചിട്ട് കരഞ്ഞു. കണ്ണിൽ നിന്ന് വെള്ളം വന്നു. കുട്ടി വല്ലാതെ എല്ലാവരുടെയും ചുറ്റും നോക്കി അച്ഛനും അമ്മയും എവിടെയാണെന്ന്. പക്ഷേ എവിടെയാണെന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാണ്ട് ആ കുട്ടി അവിടെ നിന്നു അല്ലേ? അങ്ങനെയാണ് ഉണ്ടാവുക ഒരു ക്രൗഡിലകപ്പെട്ടാൽ. ഈ ഒരു അവസ്ഥ തന്നെയല്ലേ ഉണ്ടാവുക മക്കളെ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. മദർ, ഫാദർ, ഹി ക്രൈഡ്. ഹി റാൻ ത്രൂ ദ ക്രൗഡ്. ഓടി നടന്നു. അച്ഛ, അമ്മ വിളിച്ച് ഓടി നടന്നു. അച്ഛ, അമ്മ, ഫാദർ, മദർ.